പുളിയാവ് നാഷണൽ കോളേജിൽ 2025-26 അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എൻ. കുറുപ്പ് നിർവഹിച്ചു. ഇക്കഴിഞ്ഞ ഫൈനൽ പരീക്ഷയിൽ വിജയികളായ 193 വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംബന്ധിച്ചു. അറിവ് ആർജിക്കുന്നതോടൊപ്പം പുതിയ കാലത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം ജീവിത വീക്ഷണത്തെ നയിക്കാനും പുതിയ വെല്ലുവിളികളെ നേരിടാനും ബിരുദം നേടുന്നതിലൂടെ സാധ്യമാവണമെന്ന് ഡോക്ടർ കെ.എൻ. കുറുപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. നമുക്കറിയാം, ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള പ്രദേശമാണെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങളൊരു പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷ വീണ്ടും നടത്തുക എന്നെല്ലാം പറയുമ്പോൾ ഉള്ള വിഷമങ്ങളെപ്പറ്റി വിദ്യാർത്ഥി സമൂഹം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിൽ എൽഡേഴ്സായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും വിദ്യാർത്ഥികളോട് ആ നിലയിൽ പെരുമാറുന്ന സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ് അധ്യാപകന്മാരും അല്ലെങ്കിൽ അതുപോലെയുള്ള കുലപതികളും. കോളേജിൻ്റെ പേര് നാഷണൽ കോളേജ് എന്ന് പറയും. ഈ നാഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേഷൻ അല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് നേഷനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ വരുമ്പോൾ വളരുവാനുള്ള അവകാശം, ഭരണഘടനാപരമായ തുല്യമായ അവകാശം, അത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുവാൻ പ്രയത്നിക്കുന്ന ഒരു സമൂഹം എൽഡേഴ്സും ഭരണകർത്താക്കളും ഉണ്ടായിരിക്കണം. നിങ്ങളറിയാമോ എന്നറിയില്ല, വയനാട്ടിൽ ഒരു സർവകലാശാല വരാൻ പോവുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരു പ്രസ്ഥാനം പോലെ പ്രവൃത്തിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. കാരണം ആദിവാസികളുടെ പുരോഗതി ഒരു സർവകലാശാലയില്ലാതെ അവർക്ക് വളർന്നു വരുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഗവേണിംഗ് ബോഡി ഈ കോളേജ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും ഈ ഗ്രാജുവേഷൻ സെറിമണി അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോകുമായിരുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായി വന്ന് പഠിക്കുന്ന പാരമ്പര്യമുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കും. ഓരോരാൾക്കും ഓരോ കർമ്മമുണ്ട്. ആ കർമ്മങ്ങൾ പൂർത്തിയാക്കിയവരാണ് നിങ്ങളുടെ ഈ ഗവേണിംഗ് ബോഡി സ്കൂൾ നാഷണൽ, ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ നാഷണൽ കോളേജ്. ആ നേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾക്കിവിടെ നിന്ന് വിദ്യാഭ്യാസം കിട്ടി, ആ വിദ്യാഭ്യാസം നിങ്ങൾക്ക് അതില്ലാത്തവർക്ക് കൊടുക്കണം. അതാണ് ഞാനും ചെയ്തിട്ടുള്ളത്. കാരണം കാലിക്കറ്റ് സർവകലാശാല വന്നിട്ടില്ലെങ്കിൽ ഒരു വൈസ് ചാൻസലർ സ്വപ്നം എനിക്കുണ്ടാകുമായിരുന്നില്ല. ആ സ്വപ്നം പൂർത്തിയാക്കുന്ന പരിപാടികളാണ് വയനാട്ടിൽ ഇന്നൊരു സർവകലാശാല എന്ന് പറഞ്ഞ് 50 കോടി രൂപ ഗവൺമെൻറ് ബഡ്ജറ്റ് അനുവദിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗവേണിംഗ് ബോഡി അവർക്ക് ഈ പണം ബിസിനസ്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഒരു 100 പേർക്ക് പണി കൊടുക്കാൻ കഴിയും. പക്ഷേ 100 പേർക്കല്ല, അവർ ആയിരക്കണക്കിന് ആളുകൾക്ക് പണി കൊടുത്തുകൊണ്ട് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ കേന്ദ്രത്തെ ഓർമ്മിക്കണം. Daughter of Mahmood and Bamta. Please welcome Ms. Neha Suresh, who is System Devananda Babu M. Sham, son of Saeed and Maimun, son of Ashraf and Jasila, son of Ashraf and Jasila. I, a graduate of National College of Arts and Science, Puliyavu, pledge today to honor this oath that I shall continue to work and acquire, share and create new knowledge, that in my thoughts, words and actions I shall always strive to contribute to the welfare of humanity
by honestly following the ethical values of my profession. That I shall work for the inclusive society and sustainable development. Thank you. കോളേജ് ചെയർമാൻ വയലോളി അബ്ദുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MK മധുസൂദനൻ സ്വാഗതവും കൺവീനർ ഡോക്ടർ VL ലാവണ്യ നന്ദിയും പറഞ്ഞു. കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 800ഓളം പേർ സംബന്ധിച്ചു. കോളേജ് സെക്രട്ടറി മരുന്നോളി കുഞ്ഞബ്ദുള്ള, പോയിൽ ഇസ്മായിൽ, TTK ഖാദർ ഹാജി, TTK അഹമ്മദ് ഹാജി, KK അബൂബക്കർ ഹാജി, വിവിധ പഠന വകുപ്പ് മേധാവികൾ എന്നിവർ സംബന്ധിച്ചു.